ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞുണ്ണി? മതി അച്ഛാ, അവിടെ തന്നെയാ നല്ലത്. മോൻ പറഞ്ഞതാണ് അതിന്റെ ശരി. ഇനി മോൻ പാല് കുടിക്കുന്നു, അച്ഛൻ അല്പം ഡീസൽ അടിക്കുന്നു. കുഞ്ഞുണ്ണി പാല് കുടിക്കണെങ്കിലേ ആദ്യം അച്ഛൻ ഏത്തിടണം. മതി, കൊറേ നേരം നീ അച്ഛനോട് ഏത്തിടാൻ പറയണു. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? വേഷം മറിച്ചെന്ന് കള്ളത്തനം പറഞ്ഞല്ലേ അച്ഛൻ എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നത്. അതിനാ ഏത്തിടാൻ പറഞ്ഞത്. ഓ, അതാണ് ഇത്ര വലിയ തെറ്റ്. വേഷം മാറാതെ പോയിരുന്നെങ്കിൽ ഊട്ടിയിലെ പരട്ട സ്കൂളിൽ പോലും എന്റെ മോന് അഡ്മിഷൻ കിട്ടില്ലായിരുന്നു. അമ്മ കൊതിച്ച പോലെ എന്റെ മോനെ പഠിപ്പിച്ച് വലിയ ആളാക്കാനല്ലേ. അതുകൊണ്ട് ഇത് അത്ര വലിയ തെറ്റൊന്നുമല്ല കേട്ടോ. ചില സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ശരി തെറ്റാവും, തെറ്റ് ശരിയാവും. നോക്ക്, മോൻ പാല് കുടിച്ച് വേഗം കിടന്നുറങ്ങണം. നാളെ രാവിലെ പുതിയ സ്കൂളിൽ പോകാനുള്ളതാ. ഈ വേഷത്തിൽ മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ അച്ഛന് കഴിയില്ല. ദിവസം വേഷം കെട്ടെന്ന് വെച്ചാൽ അതും നടക്കില്ല. അതുകൊണ്ട് എന്നും സ്കൂളിന്റെ അടുത്തുള്ള കവല വരെ അച്ഛൻ മോനെ കൊണ്ടുവിടാം. സ്കൂൾ വിടാൻ നേരത്തെ അച്ഛൻ അവിടെ കാണും. മോൻ പാല് കുടിക്കും. കുഞ്ഞുണ്ണി, അച്ഛൻ ഇതുവരെ ഉള്ളൂ. മോൻ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോ അച്ഛൻ ഇവിടെ ഉണ്ടാവും. ശരി, ടാറ്റാ. ടാറ്റാ. Jinnu, Yes, Daddy. your chocolate. Sweet Daddy. Bye. Bye. Have you all taken page 43? Robot in the garden. Yes, let's start. Robot in the garden. Robots are machines. They can do difficult work for us. Some robots look like men or women or children. Once, there was a man called Jana. He lived alone. Kunyuni, what's wrong with you? What's this? മയിൽപീലി. I asked why it's kept in the book. അത് പുസ്തകത്തിനുള്ളിൽ ഒരു മയിൽപീലിയെ വെച്ചാൽ അതൊരു കുഞ്ഞു മയിൽപീലിയെ പ്രസവിക്കും. പിന്നെ ആ മയിൽപീലി പെറ്റു പെരുകി ഒരുപാട് മയിൽപീലി ആവുന്ന. Silence. Madam, Kunyuni is speaking Malayalam. Fine him. Oh, it's only his first day. It's okay. Kunyuni, you have to be very attentive in the class, okay? കുഞ്ഞുള്ളി, കുഞ്ഞുള്ളി, നീ അവിടെ എന്തെടുക്ക? കേട്ടതല്ല ചേട്ടാ, അവൻ എന്റെ മോനായതുകൊണ്ട് പറയല്ലേട്ടോ. അവൻ മിടുക്കനാ. അവനെ ഞാൻ പഠിപ്പിച്ചൊരു എഴുതാരനാകും. എന്താ ചിരിച്ചേ? ചിരിച്ചു പോയതാ പാക്കര. ഒരു ലോറി ഡ്രൈവറുടെ മക്കളും ഇതുവരെ IAS ആയിട്ടില്ല, അമേരിക്കയെ പോലും. എന്നാ ചരിത്രം പാക്കരൻ തിരുത്തും. മോനെ കുഞ്ഞുണ്ണി വായിക്ക. വയലിന അല്ല, ഓടക്കുഴല് പാഠപുസ്തകമാണോ മനുഷ്യ? വായിക്കണ മോനെ, വായിക്കി, നല്ലോണം വായിക്കി. ഈ ഊട്ടി മാവനും കേക്കണം പാക്കര. ഈ ഊട്ടി മാമ എന്നുള്ള വിളി നീ എങ്കിലും നിർത്തിപ്പിളേ. ഞാനൊരു കൂട്ടിക്കൊടുപ്പുകാരന് ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. സ്നേഹം കൊണ്ടാ. പിന്നെ ഇവിടെ എല്ലാ കാര്യത്തിനും സഹായിച്ച് നല്ല ചേട്ടനാണല്ലോ. ഇനി എനിക്കൊരു ജോലി കൂടി വാങ്ങിച്ചു തന്നാൽ തൃപ്തിയായി. ഇവിടെ എനിക്ക് തന്നെ കൃത്യമായിട്ട് പണിയില്ല. അപ്പോഴാ ഇന്നലെ വലിച്ചേറി വന്ന പാണ്ടി വണ്ടി ഓടിച്ചേർന്ന നിനക്ക് പണി. നല്ല ചേട്ടാ, അങ്ങനെ പറയരുത്. ഒരു മാസത്തിൽ എനിക്ക് എത്ര ചെലവെന്ന് വെച്ചേ? കുറച്ചാലത്ത് ഈ ഫീസ് അടയ്ക്കാനുള്ള പൈസ ബാങ്കിൽ ഇടുന്ന വെച്ചോ. എന്നാലും വാടകയ്ക്കും മറ്റ ചെലവിനൊക്കെ പൈസ ഉണ്ട്. എനിക്കൊരു ജോലി ശരിയാക്കി തന്നെ പറ്റൂ. ഈശ്വര, അന്നാ സൂയിസൈഡ് പോയിന്റും ചാടി ചത്താ മതിയായിരുന്നു. എന്നിട്ട് ക്യാൻസൽ ചെയ്തേ. ഈ നരകം അനുഭവിക്കാൻ മോൻ പഠിക്കാ. കുഞ്ഞുണ്ണി ഇതൊന്നും അറിയാൻ പാടില്ല. അവനെ ബുദ്ധിമുട്ടറിയിക്കുന്ന ശ്രീദേവി പറഞ്ഞേക്കണേ. ശ്രീദേവി,
നടൻ കമലഹാസന്റെ ഭാര്യ ആഹാ. എന്റെ വൈഫാണോ? ആണോ? അയ്യോ സോറി, വെരി വെരി സോറി, വെരി വെരി സോറി. Smalling is injuries to health. Okay. ഇതാണോ ചെട്ടിനാട് സിമന്റ് ഫാക്ടറി? ചെട്ടിനാട് സിമന്റ് ഫാക്ടറി അല്ല, ചെട്ടിയാരുടെ പാഴ്സൽ ഡിപ്പോ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഭയങ്കര ഭക്തനാണ് ചെട്ടിയാർ. ഭക്തിയിലെ ചെട്ടിയാര് വീഴൂ, ചെട്ടിയാര് വീണാലേ നിനക്ക് ജോലി കിട്ടൂ. ജോലിയായി. 5, 6 എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ്. നിങ്ങളല്ല. ഹലോ, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. തന്നോടല്ല, ഇവനോട്. ഒന്ന് ഓർത്തു നോക്കിയേ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ, എങ്ങനെ ഓർക്കാനാ? ഇല്ല. ഈ മുടന്ത് ജന്മനാ ഉള്ളതാണോ അതോ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് ആരെങ്കിലും സമ്മാനിച്ചതാണോ? അല്ല, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ഡിഫക്റ്റ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം. താൻ ഫ്രോഡ് നളിനാക്ഷൻ. ഇത് ബിസിനസ് മാഗ്നറ്റ് ഭാസ്കര പിള്ള. താൻ ഇയാളെ കുട്ടി സ്കൂളിൽ അഡ്മിഷൻ വേണ്ടി വന്നിട്ടില്ലേ? വന്നിരിക്കും. പക്ഷെ താൻ ഉദ്ദേശിക്കുന്ന കോടീശ്വരനായ ഭാസ്കർ പിള്ള എവിടെ? നക്കാപ്പിച്ച കയ്യിലില്ലാത്ത മൊണ്ടി വെങ്കയ്യൻ എവിടെ? സ്റ്റോപ്പ് ഇറ്റ്. എന്നെ പൊട്ടനാക്കേണ്ട കാര്യമില്ല കേട്ടോ. നേരത്തെ പൊട്ടനായിരുന്നോ? മതി, കോമഡിയൊക്കെ തന്നെ വീട്ടിൽ മതി. എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. സത്യം പറ, ഇതിലേതാണ് തന്റെ ഒറിജിനൽ വേഷം? ബിസിനസ് മാഗ്നറ്റ് ഭാസ്കര പിള്ളയോ അതോ ഈ മൊണ്ടി പാക്കരനോ? തനിക്ക് എന്താണ് അറിയേണ്ടത്? ചുമ്മാ ഇപ്പൊ വേണ്ട, ഞാനാണ് ആ ഭാസ്കര പിള്ള. അങ്ങനെ വാ. പക്ഷെ ഞാനല്ല ആ ഭാസ്കര പിള്ള. മൈ ഡൗട്ട് ഈസ് കറക്റ്റ്. ഇപ്പൊ മുടന്തും ഇല്ല. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. തങ്കവരു മുതലാളി ഇരിക്കാ. ഇറുക്കാൻ മുതലാളി എന്താ ഞണ്ടാണോ? ഭാഷ தெரியாது, மன்னிச்சிடுங்க. முதலாளி கொஞ்சம் பார்க்கணும். ஐயா மெயின் ஆபீஸ்ல இருக்காங்க. ஆஹா. ഞണ്ട്. 34. പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാകന മകരി തിങ്കളോ இந்த பக்த சிரோமணி முதலாளி, இவன் தான் நான் நேத்து சொன்ன பாஸ்கர் பிள்ளை, எக்ஸ்பர்ட் டிரைவர். முருகபக்தன் அல்லவா? ஆமா, முருகன் அல்லாம எனக்கு முறுக்கி பிடிக்கிறதுக்கு வேற யாருமே இல்ல சாமி. உண்மை உண்மை. என்னுடைய அப்பா சுப்பு செட்டியாரும் பெரிய முருகபக்தன் தான். தற்சமயம் திருப்பதியில இருக்கான். இவனோட அப்பா பூபதி அலோபதி வைத்தியராக்கும். பெரிய வைத்தியநாத சாமியோட பக்தர். அம்மா சிவகாமி பெரிய சிவபக்தர். ரெண்டு பேரும் சன்னியாசம் சுயரிச்சு இப்போ யமலோகம் போத்தாச்சு. பாத்தியா பாத்தியா, சேர வேண்டிய இடத்திலேயே முருகன் கொண்டு போய் சேர்த்தாச்சு பாரு. ഭാസ്കരൻ ഇപ്പോ പഴനിമലയിൽ ഇരുന്ന് വരുന്ന വരവാ. 1001 ശയന പ്രദർശനം വയ്ക്കാനാണ് പോയത്. 1000 തികച്ചു. മിച്ചം ഒന്ന് ഇവിടുത്തെ ശമ്പളം കിട്ടിയിട്ട് വേണം അത് തയ്ക്കാൻ. ആ ദിവസം എനിക്ക് ലീവ് തന്നേ പറ്റൂ. ഡ്രൈവിംഗിൽ 10 വർഷത്തെ പരിചയവും മോട്ടോർ മെക്കാനിസത്തിലെ എക്സ്പീരിയൻസും. എക്സ്പീരിയൻസ് ഏതും ഇങ്ങ தேவையில்லை. முருகபக்தன் தானே, அதுதான் நம்பர் 1 குவாலிஃபிகேஷன். யூ ஆர் அப்பாயிண்டட். அலவன்ஸ், சம்பளம், கிம்பளம், இலவன்ஸ் எல்லாமே கிடைக்கும். ஆனால் எந்த பார்சலையும் திருடக்கூடாது. திருட மாட்டேங்கிறது எனக்கு தெரியும். நீ முருகபக்தன் தானே, நாளைக்கே வந்து டியூட்டியில ஜாயின் பண்ணப்பா. முருகா, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പയ്യന്റെ ഡാഡിക്ക് ഡ്രൈവർ പണി ചെയ്യേണ്ട കാര്യം എന്താ? நில்லப்பா, நானும் ஒரு முருகபக்தன். 4 லயன் பக்தி பாடல் பாடிட்டு போயே. அதோ போராண்டி பழனியில் அருமுகம் தாண்டி அவன் என்ன செய்வேண்டி, அவன் என்ன செய்வேண்டி. ഇയാളെന്തിങ്ങനെ? ചെട്ടിയാർ അവിടെ നാടട്ടെ നമുക്ക്. ഹരഹരോ ഹരഹര. ஹலோ ஹலோ ஹலோ. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി എന്താ എഴുന്നേറ്റത്? കുഞ്ഞുണ്ണിയുടെ കൂടെ ഇത്തിരി നേരം ഇരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇരിക്കു കുഞ്ഞുണ്ണി, ഇവിടെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. കുറെ ദിവസമായി കുഞ്ഞുണ്ണിയെ ഞാൻ ശ്രദ്ധിക്കുന്നു. ആരോടും മിണ്ടുന്നില്ല, മിങ്കിൾ ചെയ്യുന്നില്ല. കുഞ്ഞുണ്ണിക്ക് എന്ത് പറ്റി?
ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. കുഞ്ഞുണ്ണിയുടെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പറ, ലണ്ടനിൽ പഠിച്ചു വളർന്നിട്ടും കുഞ്ഞുണ്ണി എന്താ ഇംഗ്ലീഷ് പറയാത്തെ? എനിക്ക് മലയാളം ഇഷ്ടം. എനിക്കും അതെ. പഠിച്ചതും വളർന്നതും ഒക്കെ മറുനാട്ടിലാണെങ്കിലും നാടും നമ്മുടെ ഭാഷയുമൊക്കെ എനിക്കിഷ്ടം. അമ്പലം, ആൽത്തറ, നെൽപ്പാടങ്ങൾ. പക്ഷെ ഇവിടെ നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ, കുഞ്ഞുണ്ണിയുടെ മമ്മിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എനിക്ക് അമ്മയില്ല. ഐ എം സോറി കുഞ്ഞുണ്ണി. എബിമോനെ, കുഞ്ഞുണ്ണി, ദേ കറിയാച്ചൻ സായിപ്പ്. എബിമോനെ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഡാഡി കോളിംഗ്. എബി, ഡാഡി കോളിംഗ് മസ്കറ്റ്. സ്പീക്ക് മോനെ, സ്പീക്ക് സ്പീക്ക്. Hello, Dad. Oh, study's just going on. No. I want $1,000 more, Daddy. Yeah. When daddy comes, brings cost to Kariyachan. Don't disturb you, ugly fellow. Oh, Dad. Ugly fellow നിന്റെ തെലുങ്കൻ തന്ത. ടീച്ചറും സ്റ്റുഡന്റും എപ്പോഴും ഒരുമിച്ചാണല്ലോ, ഒരേ തൂവൽ പക്ഷികൾ. ഇത്രയും ദിവസത്തിനുള്ളിൽ എങ്ങനെ ഇത്രയും അടുപ്പത്തിലായത്? അതൊക്കെ ഒരു പൊരുത്തമല്ലേ കറിയാച്ച? പൊരുത്തം. പക്ഷേ എനിക്ക് എന്തൊക്കെയോ മണക്കണുണ്ട് ടീച്ചറെ. ഈ പയ്യന്റെ ഒരു ഇരിപ്പും ആ തന്തയുടെ ഒരു നടപ്പും. കറിയാച്ച പ്ലീസ്, പല തവണയായി താൻ. ഇതാണ് പ്രശ്നം. സംസാരിക്കാൻ പോലും ഈ കറിയാച്ചൻ ആരും സമ്മതിക്കില്ല. വരട്ടെ, ഒരു ദിവസം ഈ കറിയാച്ചൻ ഒരു കലക്കും. വരട്ടെ മോനെ, നിന്റെ സൗത്ത് ആഫ്രിക്കൻ ഡാഡിയോട് എന്റെ അന്വേഷണം പറഞ്ഞേരെ. സൗത്ത് ആഫ്രിക്കൻ ലുക്കുള്ള ഡാഡിക്ക് എങ്ങനെ അമേരിക്കൻ ലുക്കുള്ള ചെറുക്കനുണ്ടായി? വല്ലവന്റെ ആയിരിക്കും. സാരമില്ല കുഞ്ഞുണ്ണി, കറിയാച്ചൻ ഈ സ്കൂളിൽ ഒരു വെളിച്ചപ്പാടാ. ഇതുപോലെ ഒരുപാട് വെളിച്ചപ്പാടുകളെ പ്രീതിപ്പെടുത്തിയാലേ കുഞ്ഞുണ്ണിക്ക് ഇവിടുത്തെ വിദ്യാദേവിയുടെ അനുഗ്രഹം കിട്ടൂ. ആഹാ, കുഞ്ഞുണ്ണിയേ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയ മോനെന്താ വല്ലാതെ? ஸ்கூல்ல இருந்து வந்ததுக்கு பிறகு அழுந்துட்டே படுத்திருக்கு. கேட்டதுக்கு ஒரு பதில் சொல்லவே இல்லை. പാട്ടി പോങ്ങ. போட்டுட்டு வந்தேன். നല്ല ഒന്നാന്തരം പാണ്ടി പരിപ്പോടെയാ. വേണ്ട, എന്റെ മോനിന്ന് പുസ്തകം വായിച്ചില്ലേ? വായിച്ചിട്ടൊന്നും മനസ്സിലാവില്ല അച്ഛാ. ഓ, അത് ഈ പുതിയ പഠിപ്പിന്റെയാ. കുറച്ചു ദിവസം കഴിയുമ്പോ താനെ ശരിയാവും. ഇല്ല അച്ഛാ, ഇത് ശരിയാവൂല. നമുക്ക് നാട്ടിലെ സ്കൂള് മതി. നാട്ടിലേക്ക് തിരിച്ചു പോവാ അച്ഛാ. മോനെ കുഞ്ഞുണ്ണി, നീ എന്തേ പറയണേ? ഇതിനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്? ഇവിടത്തെ ഏറ്റവും വലിയ സ്കൂളില് അച്ഛൻ മോനെ പഠിക്കാൻ ചേർത്തത്. പോയപ്പോഴല്ലേ അതറിയണ അച്ഛാ. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ബാക്കി എല്ലാരും വലിയ പണക്കാരുടെ മക്കളാ. അവർക്കൊക്കെ എന്ത് പത്രാസാ. അതുകൊണ്ട് എന്റെ മോൻ കരഞ്ഞത്. ഒരു മോന്റെ പത്രാസും എന്റെ മോൻ കാണണ്ട. അവരെക്കാളും എന്റെ മോൻ എന്തോ ഒരു കുറവുള്ളത്. മണി പോലത്തെ ഇംഗ്ലീഷ് പറഞ്ഞ് അവരെക്കാളും ഗമേല് നടക്കണം. ഹൈ, നീ ഒന്ന് ശരിക്കും കുഞ്ഞുണ്ണി, എല്ലാം ശരിയാവും. നമുക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് വലസാടാ മോനെ.